ഹലോ, പവിത്രത്തിലെ വിക്രത്തിൻ്റെ മേലവേ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരിമോള്, ഗവേദയുടെ മോള് ഭയങ്കര തരണ്ണ്, ജീവൻ്റെ ജീവനാണ്. അപ്പോൾ മോള് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു മോളിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോകാമെന്ന് തരൺ പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ എത്തുന്നുണ്ട്. ഓഫീസിൽ പോയിട്ട് ക്ഷണിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അമ്മ ചായയൊക്കെ കൊണ്ടുകൊടുത്ത് അവിടെ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ ഒരു വല്ലാതെ അങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ സേതുമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോൾ ആലോചിക്കുന്നത്, എന്താ വല്ലാണ്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതല്ലമ്മ, ഞാൻ തെറ്റല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോളുടെ സ്വന്തം അച്ഛനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളെ അച്ഛനെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവൾ എന്തെങ്കിലും ഒരു കാലത്ത് സത്യങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് അവൾ ചിന്തിക്കില്ലേ അവളുടെ അമ്മ ഒരു മോശക്കാരിയായിരുന്നു എന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇതുവരെ ഒരു 5 വർഷവും ഇല്ലാത്ത തോന്നൽ മോൾക്കിപ്പോൾ എങ്ങനെ ഉണ്ടായി? ഇതുവരെ അങ്ങനെ തോന്നലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും തെറ്റുകാരിയല്ലേ? ഞാനും എൻ്റെ മകനെ ചതിക്കുമല്ലേ? മകനോട് കള്ളത്തരമല്ലേ പറഞ്ഞിരിക്കുന്നത്? അവൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോഴോ? അപ്പോൾ നമ്മൾ രണ്ടുപേരും അമ്മയുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ശരി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തൊക്കെയായാലും സത്യങ്ങൾ അറിയുമ്പോൾ മോളെയും ഗൗരി മോളെയും അവൻ വെറുക്കില്ല, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അപ്പോഴേക്കും മോളെത്തി. എല്ലാവരും റെഡിയായിക്കോ മോളിൽ പോകാനായിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സേതുവമ്മ പറയുന്നത്, വേണ്ട ഞാൻ വരുന്നില്ല. പക്ഷേ മോൾ നിർബന്ധിച്ചിട്ട് വലിച്ചഴിച്ച്. അപ്പോൾ തരൺ പറയുന്നത്, വേണ്ട നമ്മളെല്ലാവരും ഒരുമിച്ച് പോകാനല്ലേ തീരുമാനിച്ചത് അമ്മ, എല്ലാവരും റെഡിയായിട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവരെയും കൂടെ നിർബന്ധിച്ചിട്ട് എല്ലാവരും കൂടെ പോവുകയാണ്. കാറിൽ പോകുന്ന സമയത്ത് ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്തിട്ടാണെന്ന് വേദയ്ക്കും തരണിനും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മോളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കരമായിട്ട് എന്നാൽ സംസാരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ആ കാർ ആ വണ്ടി 1-2 തവണ കൊണ്ടുവന്ന് തട്ടിയും ഒരിസിയും ഒക്കെ ചെയ്ത് ആകെ പ്രശ്നമാവുന്നു. ഇടയ്ക്ക് തന്നെ അങ്ങനെ തട്ടി മോള് ഗൗരി മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് അതിനുശേഷം നാട്ടിലാണ് കാണിക്കുന്നത്. മാഷ് ഒക്കെയുണ്ട്. അപ്പോഴേക്കും അപ്പുമോൾ വലുതായിട്ടോ. അപ്പുമോൾ ഓടി വന്നിട്ട് ബാഗൊക്കെ എടുത്തെറിഞ്ഞിട്ട് ചെറിയച്ചാന്നും പറഞ്ഞിട്ട് വരുവാണ്. അപ്പോഴേക്കും വിക്രം, അപ്പുമോളങ്ങ് ആളാകെ മാറിപ്പോയല്ലോ. അപ്പുമോളും കൂടി ഇന്ന് ചെറിയച്ചനെ സ്വീകരിക്കാനായിട്ട് വന്നതിന്. പക്ഷേ അപ്പുമോൾക്ക് ഇന്ന് സ്കൂളിൽ പോകണം, അവധിയില്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, അതൊന്നും വേണ്ട, കാരണം അത്രയ്ക്ക് നല്ല അഭിമാനത്തോടെ വരാൻ പറ്റിയ സ്ഥലമൊന്നുമല്ലല്ലോ. അതിനെന്താ ചെറിയച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജയിലിലേക്ക് പോയത് ചെറിയച്ചൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റ്. അപ്പോൾ ചെറിയച്ചനെ അവിടെ സ്വീകരിക്കാൻ വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ പറയുന്നുണ്ട്, ചിലപ്പോൾ വേദ സംസാരിക്കുന്ന പോലെ ഇവൾ സംസാരിക്കുന്നത് അതുപോലെയൊക്കെയാണെന്ന് തോന്നും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ചെറിയച്ചൻ നമ്മുടെ അടുത്ത ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദ ചെറിയമ്മയെ കണ്ടുപിടിക്കണം, അതാണ് നമുക്കതിന് ചില പ്ലാനൊക്കെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുമോൾ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ചെറിയച്ചനെ കണ്ടാൽ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കട്ടോ, യാതൊരു മാറ്റവും ഇല്ല എന്നൊക്കെ അപ്പുമോൾ പറയുന്നുണ്ട്. ശ്രീജയും എല്ലാവരും ഉണ്ട്. അപ്പോൾ മാഷിനാണെങ്കിൽ വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നു, ഇപ്പോൾ ഇവിടുത്തെ കാര്യം ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ഇവരുടെ ജീവിതം. ഇന്ന് എൻ്റെ പൈസ എടുത്ത് പെൻഷൻ എടുത്ത് ചിലവാക്കാൻ പറഞ്ഞാലും അവൻ ഇടിക്കില്ല, അതവിടെ കിടക്കട്ടെ, അച്ഛന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ്. കുറേ നാളും അധ്വാനിക്കാതിരുന്നിട്ട് ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്, ഇപ്പോൾ ഭയങ്കര അത്രയും കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നു, എനിക്കും അത് കണ്ടപ്പോൾ തന്നെ വന്നപ്പോൾ തൊട്ടേ മനസ്സിലാവുന്നുണ്ട് അച്ഛാ. അപ്പോൾ ഞാനിവിടെ ഒരു വീടെടുത്ത് മാറിയാലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നു, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. ഒരിക്കലും നീ ഇല്ലാതെ എനിക്കിനി ഒരു ജീവിതം ഇല്ല എന്ന് മാഷ് പറയുകയാണ് കേട്ടോ. മാഷിന് ഭയങ്കര സന്തോഷമായി വിക്രം വന്നതോടി. പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കതവിനിട്ടടിക്കുന്നു, വന്ന് തുറക്കുന്നു. ഭാര്യയും ഭർത്താവുണ്ട്, മറ്റാരില്ല, ആ ഗുണ്ടയാണ് തരണ അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഷൂ ഊരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, കയറി വരാൻ പറഞ്ഞപ്പോഴും ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അപ്പോൾ തോക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നു, ആ ഒരു ജോയിൻ ചെയ്ത കാര്യവും അപ്പോൾ തോക്ക് കയ്യിലിട്ട് വെച്ച് കൊടുത്ത കാര്യം, പിന്നീട് അതിൻ്റെ പല ആവശ്യങ്ങളും അങ്ങനെയൊക്കെ ഓരോന്ന് പറയുകയാണ്. ജോലിയിലേക്ക് താൻ കയറിയ വിവരമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗുണ്ടാകെ പേടിച്ചു. തോക്കുമൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്നുകൂടി പേടിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയും പിന്നാലെ എണീറ്റ് വരുന്നുണ്ട്. ഉറക്കത്തിലായിരുന്നല്ലോ. ചേച്ചി എണീറ്റോ എന്ന് ചോദിക്കുന്നു. മോളെവിടെ? മോളെ കാണാൻ കൂടിയാണ് ഞാൻ വന്ന്, മോളെയും കൂടെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ ഭാര്യ പോയി മോളെ കൂട്ടിക്കൊണ്ട് വരുന്നു. എന്നിട്ടൊരു ചായ എടുക്കാൻ പറയുന്നു. മോളെ അവിടെ നിർത്തിയിട്ട് ചായ എടുക്കാനായിട്ട് അവർ പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തരണം. കാരണം കുട്ടികളെ ഒന്നിലേക്കും വലിച്ചഴിക്കേണ്ട കാര്യമില്ല, കുട്ടികൾ പേടിക്കും. പിന്നെ മോൾ ഉറങ്ങുമായിരുന്നോ? പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മോൾ പോയി ഉറങ്ങിക്കൊള്ളാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ മോൾ അമ്മയുടെ അടുത്ത് തന്നെ പോകുന്നുണ്ട്. തിരിച്ചവർ ചായയായിട്ട് വരുന്ന സമയത്ത് പേടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചായ കൊടുക്കുന്ന സമയത്ത് കുടിച്ചിട്ട് ഇതത്ര ശരിയായില്ല, പൊടിയും മധുരവും ഒന്നുമില്ല, പേടിച്ചിട്ട് ആ മധുരവും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ തരുണ് ആ ഒരു
കുതിരയുടെ ഒരു ചെറിയ പ്രതിമ അവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് ആ ചായ കോരി അങ്ങ് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് പറയുന്നത് അഭിഷേകം നടത്തുന്ന ദർപ്പണമാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ഇനിയും ഞാൻ ചിലപ്പോൾ ഒരു ദിവസം വന്നിട്ട് കുറച്ച് സദ്യ ഉണ്ടാക്കാൻ പറയും, എന്നിട്ട് ഭക്ഷണം അതുപോലെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കിടയിലൊക്കെ കുട്ടികളെ വലിച്ചൊഴിക്കൽ ഇതുപോലെ തന്നെയാണ് എൻ്റെ മോൾക്കും പേടിയാവില്ല അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അത് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ് ആ ഒരു ഗുണ്ട. അപ്പോൾ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രംഗത്തോടു കൂടി ഇന്നത്തെ ആ ഒരു പ്രൊമോ